എല്ലാവർക്കും ചോദ്യം ചോദിക്കാനും പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയതേ. അപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാം. എപ്പോഴും കൈകളിക്കും നമുക്ക് ചോദ്യം ഞങ്ങളെ വിളിച്ചെടുത്തത് ആ 2 കൈകളിലും ദേശാണ് ചോദിച്ചു. നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തുള്ളൂ. ഞാൻ കുറെ നേരം ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. മോശമാണ്, ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാത്തത്. ചോദിക്കാൻ ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടനം. നമസ്കാരം. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ, ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി പോയി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനക്കേട് തന്നെയാണ്. ഞങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നു. മണിക്കൂറുകളോളമാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്നത്. ഇവിടെ മാധ്യമ സമ്മേളനത്തിന് എത്തിയപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പാർട്ടി മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അഥവാ നിങ്ങൾ നേരത്തെ എഴുതി തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉത്തരം നൽകും. ഇങ്ങനെ ഒരു പ്രഹസനം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഞങ്ങൾ മറ്റുള്ള മാധ്യമങ്ങളെ നിങ്ങൾ വിളിച്ചു വരുത്തിയത്? നിങ്ങൾക്ക് താല്പര്യമുള്ള മാധ്യമങ്ങളോട് മാത്രം നിങ്ങൾ അഭിമുഖം കൊടുത്താൽ മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞ ഒരു പ്രഹസനം നടത്തി ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്? മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കാതെ ഇനി മതി എന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയപ്പോൾ കൈരളി ചാനലിനും ദേശാഭിമാനിക്കും മാത്രം ചോദ്യം ചോദിക്കുവാനും അവർക്ക് ഉത്തരം നൽകുവാനും സന്മനസ് കാട്ടിയ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഹാളിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പെരുമാറിയത്. മുഖ്യമന്ത്രി കാണിച്ചത് മാനക്കേടാണ്, മര്യാദകേടാണ് എന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് കൊണ്ടു. മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി തിരിച്ച് മൈക്കിനടുത്തേക്ക് വന്ന് സീറ്റിലിരുന്നു കൊണ്ട് പിന്നെയും ധാർഷ്ട്യം കലർന്ന മറുപടി തന്നെയാണ് പറഞ്ഞത്. മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായാൽ പോരാ, അത് ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരുപക്ഷെ മാധ്യമ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കിട്ടിയെന്നിരിക്കില്ല. നിങ്ങൾക്ക് പ്രത്യേക എന്തോ അജണ്ടയുണ്ട്. ഇത് കുറെ കാലങ്ങളായി മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സങ്കീർണതയുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തോ ഒരു അജണ്ടയുണ്ട്, അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല, എനക്കതിന് പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറയാറുള്ളത്. മുഖ്യമന്ത്രിയുടെ പാർട്ടി നയങ്ങൾ മാത്രം വ്യക്തമാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മുഖ്യമന്ത്രി തയ്യാറാക്കിയ ഉത്തരങ്ങൾ പറയുകയും അതുവഴി ഇലക്ഷനിൽ വോട്ട് നേടുവാനാണ് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം നടത്തുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മുഖത്ത് നോക്കി ചോദിച്ചത്. മുഖത്ത് നോക്കി ചോദിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി അപ്പോൾ തിരിഞ്ഞു നടക്കുകയായിരുന്നു. എന്നാൽ ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ മുഖ്യമന്ത്രി തിരിച്ച് തന്റെ സീറ്റിൽ വന്നിരുന്നു കൊണ്ട് മാധ്യമങ്ങളെ വീണ്ടും കളിയാക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ പോരാ എന്ന് പറയും. അത് എല്ലാവർക്കും ചോദിക്കുവാനുള്ള അവസരം ചിലപ്പോൾ മാധ്യമ സമ്മേളനത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തോ അജണ്ടയാണ്. ഇങ്ങനെ പറയുന്ന മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകില്ല. അതായത് മുഖ്യമന്ത്രിക്ക് ദഹിക്കാത്ത, മുഖ്യമന്ത്രി ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അഥവാ പ്രതികരിച്ചാൽ തന്നെ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തോൽവി ഉണ്ടാകും എന്നുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഇതുപോലെ മാധ്യമങ്ങളോടും ക്രുദ്ധനായി പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ പ്രതികരിക്കുന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് തോൽവി മണത്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരുതരം ശത്രുതാ മനോഭാവമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റാരെ കണ്ടാലും മുഖ്യമന്ത്രി ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നാണ് മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തായാലും മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി വീണ്ടും പീഠത്തിൽ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയസിൽ വന്നിരിക്കുമ്പോൾ മാധ്യമ സമ്മേളനം തുടരും എന്നാണ് മാധ്യമ പ്രവർത്തകർ കരുതിയത്. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ
കേൾക്കുവാൻ വേണ്ടി ഞാൻ ഇനിയും ഒരുക്കുമല്ല, സമയം കഴിഞ്ഞു പോയി, ഇനി എപ്പോഴെങ്കിലും പിന്നീട് ചോദിക്കാം. മാധ്യമ സമ്മേളനത്തിൽ വരുമ്പോൾ ചോദ്യം മനസ്സിൽ വെച്ചിരുന്നു കൊണ്ടിരുന്ന പോരാ, ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയത്. SDPIയുമായി LDFന് തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയത്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും വയനാട്ടിലെ പുനരുദ്ധാരണ പ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചില്ല. എന്നാൽ ആ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത് ദേശാഭിമാനിയും കൈരളിയും മാത്രമായിരുന്നു. ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ കൈരളിക്കും ദേശാഭിമാനിക്കും ഉത്തരം നൽകി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് നൽകിയ സഹായത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കൃത്യമായി തന്നെ കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടി നൽകി. എന്നാൽ മറ്റുള്ള മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് വേണ്ടി കാത്തുകെട്ടി നിന്നത് വെറുതെയായി പോയി. വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി അവരുടെ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMഉം അതായത് ഇടതുപക്ഷവും SDPIയും തമ്മിൽ ധാരണയുണ്ട് എന്നുള്ളൊരു ചൊല്ല് സമൂഹത്തിൽ പരന്നിരിക്കുന്നു. അതിന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി അത് കേട്ടതായി പോലും ഗവനിക്കാതെ എഴുന്നേറ്റ് പോവുകയായിരുന്നു. സമയം കഴിഞ്ഞു, മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയി. ഇതാണ് മാധ്യമപ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇത് മര്യാദകേടാണ് എന്ന് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി തിരിച്ചു വന്നിട്ട് ഇനി എനിക്കിത് കേൾക്കാൻ സമയമില്ല, നിങ്ങൾ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ എഴുന്നേറ്റ് പോയതും വീണ്ടും തിരിച്ചു വന്ന് അദ്ദേഹം മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചാൽ പോരാ എന്ന് പറഞ്ഞതുമെല്ലാം നമുക്ക് ഒന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാം. എപ്പോഴും കൈകളിക്കും നമുക്ക് ചോദ്യം ഞങ്ങളെ വിളിച്ചെടുക്കുന്ന ആ 2 കൈകളിലും ചോദിച്ചു നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തുള്ളൂ. ഞാൻ കുറെ നേരം ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. മോശമാണ്, ആരെയും വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചെയ്യാൻ തയ്യാറാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാത്തത്. ചോദിക്കാൻ ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടനം. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതിലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കില്ലേ? നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനും പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയതേ ഉള്ളൂ. അപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. എന്താണ്